നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സുരേഷ് ഗോപിക്ക് MP സ്ഥാനവും കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും ലഭിച്ചതിൽ ആരാധകർക്ക് ഏറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. രാഷ്ട്രീയത്തിനപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള മമതയാണ് വോട്ടായി മാറിയതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. രാഷ്ട്രീയപരമായ വിയോജിപ്പുള്ളവർക്ക് പോലും സുരേഷ് ഗോപിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മതിപ്പുണ്ട്. സിനിമാ ലോകത്ത് സഹപ്രവർത്തകരിൽ ഭൂരിഭാഗം പേർക്കും പ്രിയങ്കരനാണ് സുരേഷ് ഗോപി എന്നതും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി നടത്താറുമുണ്ട്. ഇത് മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട്. സാമൂഹിക വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഇടപെടൽ സുരേഷ് ഗോപി നടത്താറുമുണ്ട്, അതിന് ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ പുതിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി അല്ല താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വരുന്ന അഭ്യർത്ഥനകൾ ഞാൻ സ്വീകരിക്കാറില്ല. അത് മറ്റൊരു വിങ് ആണ്. അതിനൊരു ട്രസ്റ്റ് ഉണ്ട്. അവർ തീരുമാനിക്കും കാര്യങ്ങൾ. കാണുന്നതും കേൾക്കുന്നതിലും എനിക്ക് തോന്നും അറ്റൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ അവരെ അറിയിക്കും. അല്ലാതെ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ അയച്ചാൽ ഞാൻ അവിടെ മരം വെച്ച് പിടിപ്പിക്കുന്നില്ല. മമ്മൂട്ടിയും മോഹൻലാലും എന്റെ കാലഘട്ടത്തിന് മുന്നേ വന്നവരുമാണ്. അവരുടെ സമ്പത്തും എന്റെ സമ്പത്തും തമ്മിൽ നിങ്ങളൊരു റിയാലിറ്റി ചെക്ക് ഇടുന്നത് വളരെ നല്ലതാണ്. ഞാൻ അവരുടെ അടുത്ത് പോലും ഇല്ല എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്റെ സഹായ മനസ്കതയെ ചിലർ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നും സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നീ താരങ്ങൾക്ക് ശേഷം മലയാളത്തിൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്ന നടൻ കൂടിയാണ് സുരേഷ് ഗോപി. എന്നാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ ചെറിയൊരു താഴ്ച വന്നു. ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്താണ് നടന് കരിയറിൽ വലിയൊരു വിന ഉണ്ടായത്. പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി തുടരെ എത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് മകൻ ഗോകുൽ സുരേഷ് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുമുള്ള കാര്യമാണ്. എന്നാൽ പലപ്പോഴും അച്ഛൻ കേൾക്കേണ്ടി വരാറുള്ളത് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുമാണ് എന്നും ഗോകുൽ സുരേഷ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അച്ഛനൊരു അഴിമതിക്കാരനായിരുന്നുവെങ്കിൽ അതുവഴി എനിക്കൊരു ഹെലികോപ്റ്റർ വാങ്ങി തന്നിരുന്നുവെങ്കിൽ, അത് ചെയ്തിട്ടാണ് ഈ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നതെങ്കിൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നുവെന്നും, പക്ഷെ തനിക്ക് എൻജോയ് ചെയ്യാനുള്ളവരെ എടുത്ത് പുറത്തു കൊടുത്തിട്ട് തെറി കേൾക്കേണ്ട ആവശ്യമില്ല എന്നും അത്തരം സാഹചര്യങ്ങളിൽ താൻ പ്രതികരിക്കാറുണ്ട് എന്നും ഗോകുൽ സുരേഷ് വ്യക്തമാക്കി. എന്തിനാണ് അച്ഛൻ ഇവരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് എന്നാണ് ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു എന്നും ഗോകുൽ സുരേഷ് പറയുന്നു. അച്ഛൻ അതാണ് ഇഷ്ടം. എനിക്ക് അച്ഛൻ സിനിമയിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അത് അദ്ദേഹത്തിന്റെ വഴിയും തീരുമാനവുമാണ് എന്നും ഗോകുൽ സുരേഷ് ചൂണ്ടിക്കാട്ടി.